അഷ്ടമൂർത്തി താൻ വന്ന കാര്യം മുഖവുരയൊന്നും കൂടാതെ നയോമിയുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു. സിത്താരയുടെ മരണം എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അസ്വാഭാവിക മരണം എന്ന നിലയിലാണ് പോലീസ് ആദ്യം കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോലീസിന് മനസ്സിലായി കൊലപാതകം തന്നെയാണെന്ന്. പക്ഷേ ആര് കൊലപ്പെടുത്തി, എന്തിനു കൊലപ്പെടുത്തി, എവിടെ വെച്ചു കൊന്നു എന്നതിനൊന്നും യാതൊരു തെളിവും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദിവസങ്ങളോളം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആരൊക്കെയാണ് കുറ്റവാളികൾ എന്ന കാര്യത്തിൽ ഒരു ഊഹം പോലുമില്ല. കേസ് ഏറെക്കുറെ ഫ്രീസിംഗ് സ്റ്റേജിലാണ്. കാരണം അതേപ്പറ്റി അന്വേഷിക്കാൻ ആർക്കും ഉത്സാഹമില്ല, പരാതിക്കാരില്ല, ആക്ഷൻ കൗൺസിലില്ല, മീഡിയയ്ക്ക് മുന്നിൽ ഈ കേസ് എത്തിച്ചു ചർച്ച ചെയ്യാൻ ആളില്ല. കേസ് തെളിയിച്ചാൽ അതുകൊണ്ട് നേട്ടമുള്ള ആരുമില്ല, തെളിയിക്കാതിരുന്നാൽ വമ്പിച്ച നേട്ടമുള്ള പലരുമുണ്ട് താനും. നയോമിക്ക് കാര്യം മനസ്സിലായില്ലേ? അങ്കിൾ പറഞ്ഞത് മനസ്സിലായി. എന്നോട് എന്തിനു പറയുന്നു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അതോ, ഇന്ത്യയിൽ സിത്താരയ്ക്ക് ഏറ്റവും അധികം ബന്ധു ആരാണ്? നയോമി സ്വന്തം കൂടപ്പിറപ്പല്ലേ? അത്രയും വലിയ റിലേഷൻഷിപ്പ് മറ്റാർക്കുണ്ട്? അപ്പോൾ നയോമി തന്നെ മുന്നോട്ടിറങ്ങണം, സ്വന്തം സഹോദരിയുടെ മരണം അന്വേഷിക്കാൻ. അഷ്ടമൂർത്തി വിശദീകരിച്ചു. എൻ്റെ അച്ഛൻ്റെ മരണം അന്വേഷിക്കണമെന്ന അങ്കിൾ ആദ്യം പറഞ്ഞത്. അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് സിത്താരയുടെ കൊലപാതകവും. 2 കൊലപാതകങ്ങളുടെയും പുറകിൽ ഒരേ സംഘം തന്നെയാണുള്ളത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആയിരിക്കും. അവരുടെ ലക്ഷ്യം മഹാദേവൻ നമ്പ്യാരുടെ സ്വത്ത് കൈക്കലാക്കുക എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? അതും ശരിയായിരിക്കും. അപ്പോൾ നമ്മളല്ലേ അത് കണ്ടുപിടിക്കേണ്ടത്? നമുക്കല്ലേ, അതായത് നയോമിക്കല്ലേ ആ സ്വത്തുക്കൾ കിട്ടേണ്ടത്? നയോമിയുടെ അവകാശം നയോമി തെളിയിച്ചാലല്ലേ അത് കിട്ടൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മഹാദേവൻ നമ്പ്യാരുടെയും സിത്താരുടെയും കൊലപാതകം ആരൊക്കെ ചേർന്ന് ആസൂത്രണം ചെയ്തു, എങ്ങനെ അത് നടപ്പിലാക്കി എന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വത്തുമോഹികളെല്ലാം അഴിക്കുള്ളിലാകും. പിന്നെയെല്ലാം എളുപ്പമാണ്. നയോമിക്ക് അനന്തരാവകാശി എന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റുണ്ട്, സാക്ഷികളുണ്ട്, ഉദയഭാനുവും നിന്റെ മുത്തശ്ശിയും. അങ്ങനെ നമ്മൾ പിടിമുറുക്കേണ്ടിടത്ത് ഉടനെ പിടിമുറുക്കിയേ പറ്റൂ. അങ്കിളെ, കടലിൽ മുങ്ങിത്തപ്പുന്നത് പോലെയല്ലേ നമ്മൾ സിത്താരയുടെ മരണം അന്വേഷിക്കുന്നത്? ഒന്നാമത് കേരളത്തിലല്ല, സംഭവം നടന്നത് അങ്ങ് തമിഴ്നാട്ടിലാണ്. അതിൻ്റെ കേസ് ഫയൽ മുഴുവൻ തമിഴ്നാട് പോലീസിൻ്റെ കയ്യിലാണ്. മാത്രമല്ല അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വൻ തോക്കുകളാണെന്ന് അങ്കിള് തന്നെയല്ലേ പറഞ്ഞത്? ഒന്ന് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയ ഒരു കേരള രാഷ്ട്രീയ നേതാവ്, പിന്നെ ചെന്നൈയിലും തൃപ്പൂണിത്തുറയിലുള്ള ബന്ധുക്കൾ, പിന്നെ അവരുടെയൊക്കെ സ്വാധീന വലയത്തിലുള്ള പോലീസ്. എവിടെയെങ്കിലും നമുക്ക് നീതി കിട്ടുമോ? ഇത് വലിയൊരു ചലഞ്ചാണ്. പട്ടും പരവതാനിയും വിരിച്ച് ആരും നമ്മളെ എതിരേൽക്കാൻ പോണില്ല. പല തടസ്സങ്ങളും ഉണ്ടാകും, പലരും നിരുത്സാഹപ്പെടുത്തും. മഹാദേവൻ നമ്പ്യാരോട് നമ്മുടെ പോലീസും കോടതിയും രാഷ്ട്രീയക്കാരും കാണിച്ച നെറുകേട് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ നിന്നെ തേടി വന്നത്. എനിക്ക് നമ്പ്യാരുമായി ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ അങ്ങനെയല്ല, നമ്പ്യാരുടെ മകളാണ്. നീ വേണം മുൻകൈ എടുക്കാൻ. അഷ്ടമൂർത്തി അവൾക്ക് ഊർജം പകരാൻ ശ്രമിച്ചു. അത് ഞാൻ സമ്മതിച്ചല്ലോ അങ്കിളെ. പക്ഷേ സിത്താരയുടെ മരണം കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോകും? തമിഴ്നാട്ടിൽ എവിടെയോ നടന്ന കൊലപാതകം, നമുക്ക് എന്തെങ്കിലും പിടിപാടുണ്ടോ അവിടെ? നയോമി സിത്താരയുടെ കാര്യത്തിൽ പിന്നോട്ട് വലിയുന്നതിൻ്റെ കാരണം അഷ്ടമൂർത്തിക്ക് മനസ്സിലായി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ജിംസനെ നീ ഏന്തയാറിൽ വെച്ച് പരിചയപ്പെട്ടല്ലോ. അവന് ഭയങ്കരമായ വാശി, സിത്താരയെ കൊലപ്പെടുത്തിയവരെ എങ്ങനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന്. നയോമി അത് കേട്ട് അലക്ഷ്യമായി മൂളി. മോളെ, അവൻ പ്രാണനെ പോലെ സ്നേഹിച്ച പെണ്ണാണ് സിത്താര. അവൻ്റെ കൂടെ കളിച്ച് ചിരിച്ചു വളർന്ന പെണ്ണ്. നമ്മളതും മനസ്സിലാക്കണം. അങ്കിളെ, മറ്റുള്ളവർക്ക് അങ്ങനെ പല താല്പര്യങ്ങളും കാണും. നമ്മളതിന് നിന്നു കൊടുക്കണോ? നീ അങ്ങനെ പറയരുത് നയോമി. സിത്താര നിൻ്റെ കൂടപ്പിറപ്പാണ്. ജിംസണ് സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ. നിനക്ക് സിത്താരമായി രക്തബന്ധമാണുള്ളത്, നിൻ്റെ അതേ ചോര. കൂടപ്പിറപ്പെന്ന് വെച്ചാൽ വെറും കൂടപ്പിറപ്പല്ല, ഒരേ ഗർഭപാത്രത്തിൽ ഒരേ സമയം തമ്മിൽ ചേർന്ന് ചുറ്റിപ്പറ്റി നിന്നവർ. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല അങ്കിളെ. ഞാൻ എന്തൊക്കെ ചെയ്യണം? ഈ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അഭിനയിക്കാൻ പോകണ്ടേ? അതിനെല്ലാം പുറമെ ഡിമെൻഡ് ചെയ്യും. ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി നയോമി, ഒന്നും ചെയ്യണ്ട. പിന്നെ ആര് ചെയ്യും? ജിംസൺ വരും എന്നെ സഹായിക്കാൻ. പിന്നെ നിൻ്റെ കൂടെ പഠിച്ച ആ പോലീസ് ഓഫീസറുണ്ടല്ലോ, ഡോൺ ഡി മാളിയേക്കൽ, ക്രൈംബ്രാഞ്ച്, അയാളും വരും. സിത്താര കൊല്ലപ്പെട്ടെന്നും നയോമിയാണ് നീയെന്നും പറഞ്ഞിട്ട് അവനിപ്പോഴും ശരിക്ക് വിശ്വസിച്ചിട്ടില്ലെന്നാണ് ജിംസൺ പറയുന്നത്. വർക്കില്ലാത്ത ദിവസം കൂടെ വരാമെന്നല്ലാതെ എനിക്ക് അവരുടെയൊക്കെ കൂടെ എപ്പോഴും നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഞാൻ ഒറ്റയല്ലല്ലോ. അമ്മയോടും മുത്തശ്ശിയോടും പിന്നെ അനിലേട്ടനോടുമൊക്കെ അഭിപ്രായം ചോദിക്കുക, അനുവാദം വാങ്ങുക ഒക്കെ വേണമല്ലോ, നയോമി പറഞ്ഞു. അതെല്ലാം നീ വിചാരിച്ചാൽ നടക്കും. മനസ്സ് സന്നദ്ധമാണോ? എന്തും സാധിക്കും. ഞാനിപ്പോൾ പോവാം, നമുക്ക് വൈകുന്നേരം കാണാം. അഷ്ടമൂർത്തി യാത്ര പറഞ്ഞു പോയി.
അയാൾ പോയി കഴിഞ്ഞപ്പോൾ അനിൽ ബാബു നയോമിയെ മുറിയിലേക്ക് വിളിപ്പിച്ച് അഷ്ടമൂർത്തി വന്നതെന്തിനാണെന്ന് അന്വേഷിച്ചു. നയോമി അഷ്ടമൂർത്തിയുടെ ഉദ്ദേശങ്ങളെപ്പറ്റി പറഞ്ഞു. അനിൽ ബാബു അപ്പോൾ തന്നെ വിലക്കി. നീ അതിനൊന്നും നിന്നു കൊടുക്കണ്ട സിത്താര. അതാരാണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. നീയോ ഞാനോ കണ്ടിട്ടില്ല. സഹോദരിയാണെന്ന് പറയുന്നു. സത്യമായിരിക്കാം. പക്ഷേ മഹാദേവൻ നമ്പ്യാരുടെയോ സിത്താരയുടെയോ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്കറിയില്ല. അവർ കൊല്ലപ്പെട്ടു. എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്? അവർ രണ്ടുപേരും സിത്താരയും മഹാദേവൻ നമ്പ്യാരും ആയിരുന്നത് കൊണ്ടല്ലേ? അച്ഛനും മകളുമായതുകൊണ്ടല്ലേ? നീയും അതുപോലൊരു ആളാകാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിനക്കും അതുതന്നെ സംഭവിച്ചേക്കാം. ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറി വന്നതേയുള്ളൂ. ഇനി വേറൊന്നിലേക്ക് പോകണ്ട. അങ്കിൾ പറയുന്നത് ഞാൻ എൻ്റെ സഹോദരിയുടെയും അച്ഛൻ്റെയും മരണത്തെപ്പറ്റി അന്വേഷിക്കണമെന്നാണ്. ഞാനല്ലാതെ വേറെ ആരുമില്ല. നീയും അതിൽ പെട്ടുപോയ ആരന്വേഷിക്കും നിന്നെ? നിന്നെ ഒരു കൂട്ടർ തട്ടിക്കൊണ്ടു പോയപ്പോൾ ആരുണ്ടായിരുന്നു അന്വേഷിക്കാൻ? കൊലപാതകവും ചോരയും മണക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നീ പോകണ്ട. നയോമി മറുപടി പറയാതെ നിന്നു. അനിൽ ബാബു പിന്നെയും അവളെ കുറേ ഉപദേശിച്ചു. ഒടുവിൽ നയോമി തുറന്നു പറഞ്ഞു, എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല. ചിലതൊക്കെ ചെയ്യാനുള്ള കടമയുമുണ്ട്. കർശനമായൊരു ആജ്ഞ കൊടുത്ത് നയോമിയെ അനുസരിപ്പിച്ചാലോ എന്ന് അനിൽ ബാബു ആലോചിച്ചു. പക്ഷേ അവൾ അതനുസരിച്ചില്ലെങ്കിൽ അത് ക്ഷീണമാകും. ഇനിയും നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. അനിൽ ബാബു അവിടെ കൊണ്ട് സംഭാഷണം നിർത്തി. കുറേ കഴിഞ്ഞപ്പോൾ ഉദയഭാനു സൗദാമിനിയമ്മയെ കൊണ്ടുവന്നു. അവരെ ഗേറ്റിനരികെ നിർത്തിയ ശേഷം കാറുമായി തിരിച്ചുപോയി. തുടർച്ചയായി 3 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നതിനാൽ സൗദാമിനിയമ്മ ക്ഷീണിതയായിരുന്നു. നയോമിയോട് കുശല വർത്തമാനത്തിന് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഒന്ന് കുളിച്ചിട്ട് വിശ്രമിക്കേ. സൗദാമിനിയമ്മ അങ്ങനെ തന്നെ ചെയ്തു. നയോമിക്ക് പിന്നെയും സന്ദർശകർ വന്നു. പ്രൊഡ്യൂസർ വിജയാനന്ദായിരുന്നു അവരിൽ ഒരാൾ. അടുത്ത ഷെഡ്യൂൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന തീയതിയും നയോമിയുടെ ഡേറ്റുകളും അറിയിച്ചിട്ട് അയാൾ പറഞ്ഞു, നമ്മുടെ സീരിയൽ ടെലികാസ്റ്റിന് കുറച്ച് ഡിലേ വന്നു. കൃത്യസമയത്ത് മ്യൂസിക് ചെയ്ത് കിട്ടിയില്ല. ചെയ്യാമെന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർമാരെല്ലാം അവസാന നിമിഷം കാലുവാരി. വേറെ ചിലരെ സമീപിച്ചെങ്കിലും അവരാരും ചെയ്യാൻ തയ്യാറുമല്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അതിൻ്റെ എല്ലാം പുറകിൽ കളിച്ചിരിക്കുന്നത് മഹീന്ദ്രനാണെന്ന്. അതിനിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? മഹീന്ദ്രനുമായിട്ട് ഒരു കൺസലേഷൻ. നിങ്ങൾ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ലേ? ഇനി നിങ്ങൾ പറയുന്ന ആളുമായി ഞാൻ സന്ധി സംഭാഷണം നടത്തുകയും കപ്പം കൊടുക്കുകയും വേണോ? നയോമിക്ക് നീരസമായി എന്ന് കണ്ടപ്പോൾ വിജയാനന്ദ് പിന്മാറി. വേണ്ട, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേയുള്ളൂ. എൻ്റെ സീരിയലിന് മ്യൂസിക് ചെയ്യാൻ ആരും തയ്യാറല്ലെങ്കിൽ ഞാൻ ഹോളിവുഡിൽ നിന്ന് സംഗീതം കൊണ്ടുവരും, വിജയാനന്ദ് പറഞ്ഞു. നയോമി അഭിനയിക്കേണ്ട തീയതികൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയ ശേഷമാണ് അയാൾ തിരിച്ചുപോയത്. വൈകുന്നേരമായപ്പോൾ അഷ്ടമൂർത്തി നയോമിയെ വിളിച്ചു. ജിംസണും ഡോൺ ഡി മാളിയേക്കലും വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ നയോമിയെ പിക്ക് ചെയ്യാൻ അങ്ങോട്ട് വരട്ടെ? എന്താ ഉദ്ദേശ്യം? ഡിസ്കഷനാണോ അതോ യാത്രയാണോ മറ്റെന്തെങ്കിലുമാണോ? ആദ്യം നമുക്കൊരു പ്ലാനിങ് നടത്താം. ഇവിടെ ക്ലബ്ബിൽ ഒരു സ്യൂട്ട് റൂം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിലിരുന്ന് സംസാരിക്കാം. ശരി, ഞാനിവിടെ റെഡിയായിരിക്കാം. അങ്കിൾ വന്നാൽ മതി, നയോമി പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വന്ന് ഉറങ്ങുകയായിരുന്ന സൗദാമിനിയമ്മയെ അവൾ വിളിച്ചുണർത്തി. അമ്മേ, എനിക്ക് പുറത്തു പോകേണ്ട അത്യാവശ്യമുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമല്ലോ മോളെ. അപ്പോൾ ഇവിടെ ആരാ? അമ്മ ഇന്ന് പോവണ്ട. ഹോസ്പിറ്റലിൽ അങ്കിളും മുത്തശ്ശി ഉണ്ടല്ലോ. അവർ നോക്കിയാൽ ശരിയാവോ മോളെ? ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എല്ലാത്തിനും നമ്മൾ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. നമ്മളില്ലെങ്കിലും ഇവരൊക്കെ ജീവിക്കണമല്ലോ. നീ ഇന്നലെ മിന്നാന്ന് ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇന്ന് വീണ്ടും എങ്ങോട്ട് പോകുന്നു? നയോമി സിത്താരയെക്കുറിച്ചും അഷ്ടമൂർത്തിയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ചും പറഞ്ഞു. എല്ലാം കേട്ട് സൗദാമിനിയമ്മ ആശങ്കാകുലയായി. വല്ലവരും പറയുന്നത് കേട്ടിട്ട് അവനവൻ്റെ ജീവനും ആയുസ്സും എവിടെയെങ്കിലും കൊണ്ടുപോയി പാഴാക്കി കളയരുത്. താൻ ചത്ത് മീൻ പിടിക്കരുതെന്ന പ്രമാണം. ഈ സിത്താരയും അഷ്ടമൂർത്തിയും മരിയന്നറ്റയും മഹാദേവൻ മുതലാളിയുമൊക്കെ എവിടെയായിരുന്നു? നമ്മൾ അതും കൂടി ചിന്തിക്കണം. ഞാൻ എന്തായാലും ചെല്ലാമെന്ന് സമ്മതിച്ചു പോയില്ലേ? പോയിട്ട് വരാം. ഇന്ന് വരുമോ? ഞാൻ ചെന്നിട്ട് വിളിക്കാം. നയോമി അഷ്ടമൂർത്തി വന്നാലുടൻ പോകാൻ ഒരുങ്ങി നിന്നു. അരമണിക്കൂറിനകം അഷ്ടമൂർത്തിയുടെ കാർ ഗേറ്റിലെത്തി. പിന്നിലേക്ക് നോക്കിയിട്ട് അഷ്ടമൂർത്തി ജിംസണോടും ഡോൺ ഡി മാളിയേക്കലിനോടുമായി പറഞ്ഞു, നിങ്ങൾ ഇറങ്ങണ്ട, കാറിൽ ഇരുന്നാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, അവൾ സിത്താരയാണെന്ന് സ്വയം സമ്മതിക്കുന്നത് വരെ നമ്മുടെ പെരുമാറ്റവും നയോമിയുടെ എന്ന പോലെയാണ്. അവൾക്ക് ഒരു സംശയവും തോന്നരുത്. ജിംസൺ തലയാട്ടി സമ്മതിച്ചു. അഷ്ടമൂർത്തി ഡോർ തുറന്ന് ഇറങ്ങിച്ചെന്നു. നയോമി സിറ്റൗട്ടിൽ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അഷ്ടമൂർത്തിയെ കണ്ടയുടനെ അവൾ കസേരയിലിരുന്ന ബാഗെടുത്ത് കാറിനടുത്തേക്ക് ചെന്നു. സൗദാമിനിയമ്മ സിറ്റൗട്ടിൽ വന്ന് നോക്കി നിന്നു.